വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അപ്പോൾ ഇന്ന് നമ്മളുടെ ഓഫീസിലെ R&R പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ വിഷ്വൽസ് കാര്യങ്ങളാണ്. നമ്മൾ കുറച്ച് ടൈം ലൈറ്റാണ്, എന്നാലും നമുക്ക് അതിൻ്റെ വിഷ്വൽസ് കാണാം. ഓക്കെ, പിള്ളേർ ഇവനാണ് നോക്കുന്നത്. ഇയാളെ മാത്രം എടുത്താൽ മതി എന്ന് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ TLസിനും ടീം മാനേജേഴ്സിനും ഒക്കെ നിങ്ങളോട് എന്തൊക്കെയാ സംസാരിക്കാനുള്ളതൊക്കെ ഒന്ന് കേൾക്കാം. അപ്പോൾ പരിപാടിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ ആ ചെക്കനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്പൈഡർമാൻ്റെ അനിയൻ്റെ മകൻ. അതാ കോസ്റ്റ്യൂം Team Aditya on the stage. അമൽ, നമ്മൾ ചെക്കൻ അമൽ. അതിനേട്ടാ മറ്റേ ഈ ബാത്റൂമിലേക്കുള്ള വഴി എവിടെയാ? നടക്കുള്ള വഴി അവിടെ. നിയാസിന്റെ ടീമിൽ നിന്നും ആരൊക്കെയാണ് വരുന്നത് കാണാം. ശ്രീനന്ദാണ് സ്പീഡാക്കി. എത്ര മിനിറ്റാ? ഔട്ടായാ? എടി നിന്റെ ടീമല്ലേ? ഓഡി ടീമിന്റെ ഒപ്പമാണ് നമ്മള്. ജാൻവി എപ്പോഴും പങ്കെടുക്കുന്നതാണ്, ഈ പ്രാവശ്യം ഇല്ല. നമ്മുടെ ടീം ചെരുപ്പൊക്കെ ഒരുമിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. പുഴുവോ? എടി എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? എടി ജാൻവിക്ക് എന്താ പറയാനുള്ളത്? ഇവിടാണ് സംഭവം. സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, അതിനു വേണ്ടിട്ട് ഓഫ് ചെയ്തതാണ്. ടേബിളായിരുന്നു. എന്താണ്
തുടങ്ങിയോ? ലിജേഷ് ചേട്ടാ എന്താ ഏതാ സീന്? ലിജേഷ് ചേട്ടാ മോശം പോളല്ലേ? എവിടെ നോക്കി ഇങ്ങോട്ട് നോക്ക്. വാച്ചും ഏതാ ലിജേഷ് ചേട്ടൻ സപ്പോർട്ട് ചെയ്യണം. വിവേകേട്ടൻ നീ പോയിക്കോ. നിയാസ് 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 റാംബാക്ക് റാംബാക്ക്. നീ റാംബാക്കിനാ? എക്സ്പ്രഷൻ ഇല്ലാണ്ട് കഴിച്ചോട്ടാ. പോയിട്ട് അമലേടാ അമലെ അമൽ അമൽ പാട്ട് പാടും. റാംബാക്ക് എന്താണ് ഈ പരിപാടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പരിപാടി വളരെ ലാഗാണ് ആയിട്ടാണ് മുന്നോട്ടേക്ക് പോയത്. ഇതൊക്കെ ഫുള്ള് വരുവേ. നമ്മള് മൊത്തത്തിൽ എക്സ്പെക്ട് ചെയ്തത് ഒരു വേറൊരു ലെവൽ പരിപാടിയായിരുന്നു. പക്ഷേ ഇപ്പോ ഈ ഒരു രീതിയിലാണ് ഇപ്പൊ നടന്നിട്ടുള്ളത്. ഇനി മുന്നോട്ടേക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ ശരി. നിങ്ങളെന്താ രണ്ടുപേരും ഒരുമിച്ചിരിക്കണേ? ഇവർ രണ്ടുപേരും എന്താ ഒരുമിച്ചിരിക്കുന്നേ? കറണ്ട് പോകാൻ ഞാനാ നിങ്ങളെ കാത്തു എന്നോടഞ്ചം കൂടെ ആർക്കാണ് ഇഷ്ടം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ അപ്പോൾ പരിപാടി ഓൺ ഗോയിങ് ആണ്. ആരുടെ പരിപാടി വേറെ ഒരു സെറ്റ്. ഇവന്റെ ടീമാ ഇവന്റെ. എടാ നീ പോവായിരുന്നു. നിനക്ക് എന്താ പറയാനുള്ളത്? തോറ്റ് നമ്മളെ പരിപാടിക്ക് പങ്കെടുത്ത് പിന്നെ എനിക്ക് ഈ ഒരു സൈലം ജേർണിയിൽ ഞാൻ ആക്ച്വലി എല്ലാം ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. നിൽക്കാൻ തന്നെ എനിക്ക് മെയിൻ ആയിട്ട് നല്ല സപ്പോർട്ട് തന്നിട്ടുള്ളത് ആദിത്യയാണ്. അപ്പം ആദിത്യന്റെ അടുത്ത് ഭയങ്കര ഒരു താങ്ക്സ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഷെബിത്ത. ഞാൻ ഇപ്പാണ് ഞാൻ ഷെബിത്താൻ രണ്ടുപേരും വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ബാക്കിൽ 100ഓളം ഫ്രണ്ട്സ്.
ഇപ്പൊ വായ്പ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ കൂടുതൽ പറയുന്ന ആവശ്യമില്ല തോന്നുന്നു. പറയണം സാർ, നമ്മളൊക്കെ കേൾക്കാൻ ആൾക്കാരുണ്ട്. സോ കൂടുതലൊന്നും പറയാനില്ല. നല്ലത് ചെയ്ത് നല്ലത് വരും. എനിക്ക് കിട്ടി, ഇനി കിട്ടുന്ന ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഹാരോന്റെ ടിയലാണ് ഇവിടെ ഉള്ളത്. എന്താ പറയുന്നത്? വാക്കുകളില്ല. ഇവനിക്ക് മാത്രം പറയുകയാണെങ്കിൽ വിവേക് സാർ അവസാനത്തിന് എനിക്കിട്ടാണോ? നീ എന്താ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേന്നാ. സന്തോഷം. എവിടെ എടാ, നീ നന്നായി സംസാരിക്കണ്ടാ ശരിക്കും. ആരൻ ചെറുപ്പക്കാരൻ ഹാപ്പി അല്ലേ? ഈ ഒരു നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? സന്തോഷം. എടാ, ഈ ഒരു നിമിഷത്തിൽ നിനക്കെന്താ പറയാനുള്ളത്? കഴിവുള്ള പിള്ളേർ വളരെ അപ്പൊ നിനക്ക് കഴിവില്ലാതെ നോമ്പുള്ള ചെക്ക. എടാ നോമ്പ് തുറക്കാട. എടാ നോമ്പ് തുറക്കണേ. എടാ നോമ്പില്ലേ നിനക്ക്? മുഹമ്മദ് അബ്ദുൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇവിടുന്ന് അവാർഡ് വാങ്ങിയപ്പോൾ ഇങ്ങനെ കൈയടിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട്. ഈ വർഷത്തെ ആദ്യത്താണ് അത് ഞാൻ വാങ്ങുന്നത്. ഓരോ കാര്യങ്ങൾ എനിക്ക് പൊളെ സൈലത്തിന് വരുന്നതിന് മുന്നേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇൻസെന്റീവ് കേട്ടിട്ടാണ് ഞാൻ വന്നത്. ആ 1 ഇയറിനുള്ളിൽ തന്നെ ഞാൻ കേട്ടതിനേക്കാൾ കൂടുതൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര പ്രൗഡാണ്. പിന്നെ ആ ഒരു പൊസിഷനിലേക്ക് എനിക്ക് എത്താൻ പറ്റിയ ക്ഷമത്തോട് ഭയങ്കര താങ്ക്സ് പറയുന്നുണ്ട്. എന്നെ ഈ ഒരു മെയിൻ ചെയ്തിട്ട് അത്രയ്ക്ക് എന്നെ പോയിട്ടുണ്ട്. ആൻഡ് ഈ പൊസിഷൻ നന്നായിട്ട് സ്ഥലത്തോട്ട് പോയി താങ്ക്സ് പറയും. ഈ നിമിഷം ചെന്നൈയുടെ കാര്യം പറഞ്ഞുകൊണ്ടൊരു സ്പെഷ്യൽ ഒരു മെൻഷൻ ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ ഔട്ട്ബോund ടീമിലെ ഏറ്റവും കൂടുതൽ റവന്യൂ ചെയ്തിരിക്കുന്ന ഇൻബോund ടീമിലുള്ള 3 പേരെക്കാട്ടും ടോപ്പിലാണ്. കുട്ടിയും കൂടെ ലിജയ് സാറിനെ പരാമർശിക്കുന്ന ഞാൻ പറയും. നിങ്ങളോ? അഞ്ച് കഴിഞ്ഞ പരിപാടി നോക്കിയ ആൾക്കാരാണ്. അഗസ്റ്ററിലാണെങ്കിലും ഞാൻ വരുന്ന സമയത്ത് ഒന്നും അറിയില്ല. Please come on. ഇൻസെന്റീവ് ആണ് മുഖ്യം. ഇൻസെന്റീവ് അതാണ് ഒരു പകുതി ഇൻസെന്റീവ് പകുതി സാലറി. ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ തകണ്ട. കോൺടെസ്റ്റ് ആണ് നടക്കുന്നത്. അതിൽ കറക്കി TV കിട്ടിയാൽ ഹോസ്റ്റലിൽ വെക്കുമെന്ന് തലയാണ്. എന്താ സാധനം? അൺബോക്സിംഗ് സൈലുണ്ടാ? അതാ സൈലത്തിന്റെ ചായ കുടിക്കാൻ മാനേജറിന് കൊടുക്കണോ? സെയിൽസ് ചാമ്പ്യൻ
പെർഫ്യൂം ലേഡീസ് കിട്ടിയാൽ തീർന്നു. അതിൽ ചെറിയ പേടിയൊന്നും പെർഫ്യൂം ലേഡീസ് കിട്ടിയാൽ തീർന്നു. അല്ല അതിൽ കിട്ടുമ്പോ കറക്റ്റായിട്ട് ഞാൻ തന്നെ കറക്കിയിരിക്കുകയാണ്. ആണോ? ആ അതല്ലേ 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 എടാ കൊടുക്കടാ. പെർഫ്യൂം ലേഡീസ് പെർഫ്യൂം. എടാ 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 ശ്രീഷ്ടോ കൂടെ ഇട്ടാണ്. അല്ലാട്ടാ ഇല്ല, ആകാശ് സാറ് കറക്കിയതുകൊണ്ടാ, അല്ലെങ്കിൽ നീ കറക്കിയതാണെങ്കിൽ വേറെ നീ കിട്ടിയിട്ട്. അപ്പൊ ഒടിക്ക് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നോമ്പുറക്ക സമയമില്ലല്ലോ. എടാ എടാ അരുണിന്റെ മാനേജറായ USB ലൈറ്റ് തുറക്ക്. അരുൺ തെളിയിൽ തിരിച്ചു കൊടുക്കാം. എടാ ഇവനല്ലേ ഇവൻ പോയി. ഓ സോറി മാനേജർ. കിട്ടുമെന്ന് പറഞ്ഞു കിട്ടി. നീ എന്താ കറക്കാൻ ഉദ്ദേശിച്ച്? ആരുണ്ട് പഠിക്കാനായി. സീൻ വെച്ച് കാണിച്ചു തരും. ഓ കളർ അതാവൂടാ ഒട്ടുവോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഓൾമോസ്റ്റ് ഒരു 20 क्योंकि तुम ही हो, अब तुम ही हो, जिंदगी अब तुम ही हो। सुना भी मेरा दर्द भी, मेरी आशिकी अब तुम ही हो। ലേഡീസ് പെർഫ്യൂം കിട്ടുമോ എന്നുള്ള അഹങ്കാരം കൈയൊക്കെ വരച്ചിട്ടാണ് വീണ്ടും പെർഫ്യൂം ഇട്ട് തോന്നുന്നു. ഗ്രീൻ എന്നാണ് തോന്നുന്നതോ? എടാ കിട്ടിയടാ. അതിലേ ഇവര് ലാസ്റ്റ് ഇത്ര എന്തിനാണെന്നറിയോ? അത് പോട്ടേന്ന് പറഞ്ഞിട്ട് അതിന് കിട്ടി. അവൻ പെർഫ്യൂം മാറി. വിളി അതറിയില്ല. കേറി വരുന്നോടെ വെക്കടാ. അറിയാണ്ട് ഇല്ല സമയം അയച്ചില്ല. ഇത് നമ്മളെ ഹോസ്റ്റലിൽ വെക്കണോ? ഇതെന്റെ വീട് ഓപ്പണിങ്ങിന് വെക്കണോ? വെച്ചുകൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ പട്ടായ ടൂറും എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. സോറി കുഴപ്പമില്ല. സോ
തായ്ലൻഡ് ടൂറൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് വരാം. ട്രോഫി വേണ്ടി നമുക്ക് ഉറപ്പിക്കാം. പ്രോഗ്രാം വൻ സക്സസ് ആയിരുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം എടാ സുഹറയ്ക്ക് കൊടുത്തിട്ട് വാടാ. അതില് സെന്ററിൽ കൂടെ റാം ബാക്ക്. എടാ ആരോ കൂടോത്ര വെച്ചിട്ടുണ്ടോ? അല്ലാതെ എങ്ങനെയൊന്നും നടക്കില്ല. പ്രാർത്ഥനയുണ്ട്. വീഡിയോ കാണണ്ട. എല്ലാവരും ഉണ്ട്. റെഡി ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ്. ചെക്കന് കുറെ എന്താ കിട്ടിയത്? ലേഡീസ് പെർഫ്യൂം കിട്ടിയ സന്തോഷത്തിൽ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. പെർഫ്യൂമിന്റെ ബ്രാൻഡ് അംബാസിഡർ